വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് കൂടാരപ്പെരുന്നാളിൽ യെരൂശലേമിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുവചനത്തിൽ നാം കാണുന്നത്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 14:8 പ്രവചന നിവൃത്തിയാകുകയാണ്. ഇതുതന്നെയാണ് വെളിപ്പാട് പുസ്തകം 22:1 പറയുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പളുങ്ക് പോലെ ശുഭ്രമായ ജീവജലനദി. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന വെളിപ്പാട് പുസ്തകം 22:17 വെളിപ്പെടുത്തുന്നു. യിരെമ്യാ പ്രവചനം 17:13 ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ എന്ന് പ്രവാചകൻ്റെ വേദന സത്യത്തിൽ യഹോവയാം ദൈവത്തിൻ്റെ വേദനയാണ്. കാരണം ഇതുതന്നെയാണ് ആദാം ചെയ്തതെന്ന് ഉൽപ്പത്തി 2:9-10 തിരുവചനം പറയുന്നു. ഏദെൻ തോട്ടത്തിൻ്റെ നടുവിലെ ജീവവൃക്ഷമെന്ന നിത്യജീവനും തോട്ടം നനപ്പാൻ അവിടെ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവെന്ന നദിയെയും നൽകിക്കൊടുത്തവനെ അവർ അവിശ്വസിച്ചു എന്നതിലൂടെ സംഭവിച്ചതും ഇതുതന്നെയാണ്. ആദാം അവിശ്വസിച്ചതും പഴയ നിയമജനത തള്ളിക്കളഞ്ഞതുമായ നിത്യജീവനായ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്നും പുറപ്പെടുമെന്ന് സഖറിയ പ്രവാചകൻ 14:8 പ്രവചിച്ചതാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7:37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളിൽ കൂടി പുതിയ നിയമ ജനതയ്ക്ക് രക്ഷകനായ യേശു വാഗ്ദാനം ചെയ്തത്. ഇതും വാഗ്ദാന നിവൃത്തിയാണ്. പ്രിയമുള്ളവരെ, ഇത് കൃപായുഗമാണ്. പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്നുണ്ടോ എന്ന് ശോധന ചെയ്യുവാനും, ഇല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 21:6 പറയുന്ന ആൽഫയും ഒമേഗയും ആദിയും അന്തവുമായവനിൽ നിന്നും ജീവജലത്തിൻ്റെ നദിയായ പരിശുദ്ധാത്മാവിനെ അഥവാ നിത്യജീവൻ്റെ ജീവനീരുറവ സൗജന്യമായി പ്രാപിക്കുവാൻ സത്യേകദൈവമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അതുവഴി ജയിക്കുന്നവൻ ഒരുക്കിയിരിക്കുന്ന അവകാശമായ മകൻ എന്ന പദവി നേടുവാനും കർത്താവ് നമുക്ക് ദൈവമായിരിക്കുവാനും വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പഴയ നിയമ ജനതയെപ്പോലെ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയെ ഇനി ഉപേക്ഷിക്കരുത്. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് അന്ത്യകാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.